നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ പാർട്ട് 4ലേക്ക് വരികയാണ്. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതായിരുന്നു. നേഴ്സ് ഇക്വേഷൻ E cell is equal to E0 cell minus 2.303 RT by NF into logarithm of concentration of product by concentration of reactant. അപ്പോൾ ഇന്ന് ഇത് നമ്മൾ ഇതിന്റെ രണ്ട് സിറ്റുവേഷൻസിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ നേഴ്സ് ഇക്വേഷന്റെ രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷൻ. ഒന്ന് ഇതാണ്, നമ്മൾ പറഞ്ഞ ഒരു സെല്ല് ഫോം ചെയ്യുന്നത് എപ്പോഴും രണ്ട് ഹാഫ് സെല്ല് കമ്പൈൻ ചെയ്താണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഒരു കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതൊരു ഹാഫ് സെല്ലാണ്. അതിന്റെ കൂടെ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, അത് രണ്ടാമത്തെ ഹാഫ് സെല്ലാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഹാഫ് സെല്ല് കമ്പൈൻ ചെയ്തായിരിക്കും എപ്പോഴും ഒരു സെല്ല് ഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതിലേക്ക് ഈ സെല്ല് എന്ന് പറയുന്നത് അതൊരു സെല്ലിന്റെ EMF കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ നേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹാഫ് സെല്ലിന്റെ അതായത് സിംഗിൾ ഇലക്ട്രോഡിന്റെ EMF കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നോക്കിയേ, ഒരു ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണ് ഈ ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ നേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഞാൻ എഴുതുന്നത് MN പ്ലസ് ബാർ M. അതായത് ഈ റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിന്റെ EMF എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, സെല്ലിന് പകരം ആ സിംഗിൾ ഇലക്ട്രോഡിന്റെ കൊടുത്തു. അപ്പൊ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? E0 ആ സിംഗിൾ ഇലക്ട്രോഡിന്റെ വാല്യൂ E0 MN പ്ലസ് ബാർ M മൈനസ് ഇതെല്ലാം അതുപോലെ തന്നെ. ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് M by M N പ്ലസ്. അപ്പൊ ഇതാണ് ആ സിംഗിൾ ഇലക്ട്രോഡിന്റെ EMFന്റെ ഇക്വേഷൻ. നമ്മൾ ഇതുപോലെ തന്നെ ഈ റിയാക്ഷന്റെ പ്രോഡക്റ്റ് ആണ് M. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ സ്ഥാനത്ത് അത് കൊടുത്തു. ഈ റിയാക്ഷന്റെ റിയാക്ടന്റ് ആണ് MN പ്ലസ്, അത് കൊടുത്തു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. E0 സെല്ലിന് പകരം E0. ഇപ്പൊ സിംഗിൾ ഇലക്ട്രോഡ് ആയതുകൊണ്ടാണ് ആ സിംഗിൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ അത് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഈ സെല്ലിന് പകരം അതുപോലെ. നമുക്കൊരു രണ്ട് എക്സാമ്പിൾ എടുക്കാം. ഒന്ന് കോപ്പർ ഇലക്ട്രോഡ്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഇങ്ങനെ കോപ്പർ ഇലക്ട്രോഡിന്റെയും സിംഗിൾ ഇലക്ട്രോഡിന്റെയും കോമ്പിനേഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാനിയൽ സെല്ലിലെ കോപ്പർ ഇലക്ട്രോഡിന്റെ ഈ പറയുന്ന സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം കോപ്പർ ഇലക്ട്രോഡിന്റെ ഇതുപോലെയുള്ള റിയാക്ഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കണം? Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu2 പ്ലസ്, കാരണം അതിന്റെ ചാർജ് 2 പോസിറ്റീവ് ആണ്. അപ്പൊ 2 ഇലക്ട്രോണിന്റെ വേണം. അപ്പൊ എന്നിന്റെ വാല്യൂ 2 ആണ്. 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അപ്പൊ ഇവിടെ വരുമ്പോഴും Mn പ്ലസിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് Cu2 പ്ലസ് ബാർ, എമ്മിന് പകരം കൊടുക്കേണ്ടത് C ഈക്വൽ ടു, ഇവിടെ വരുമ്പോൾ E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് 2.303 RT ബൈ, ഇവിടുത്തെ N എത്രയാണ് നോക്കി? 2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 2F എന്ന് കൊടുക്കാം. എന്നിന്റെ വാല്യൂ ഈ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ എന്നിന്റെ പകരം നമ്മൾ 2 കൊടുക്കണം. 2F into logarithm of M. എമ്മിന് പകരം എമ്മിന്റെ പൊസിഷനിൽ കിടക്കുന്ന Cu. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് Cu ഡിവൈഡഡ് ബൈ Mn പ്ലസിന്റെ പൊസിഷനിൽ വരുന്ന Cu2 പ്ലസ് ആണ്. അപ്പൊ നമുക്ക് ഡാനിയൽ സെല്ലിലെ കോപ്പർ ഇലക്ട്രോഡിൽ ഉണ്ടാകുന്ന സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇക്വേഷൻ. ഇനി ഡാനിയൽ സെല്ലിന്റെ അടുത്ത സിംഗിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിംഗിൾ ഇലക്ട്രോഡ്. അപ്പൊ അതിന്റെ ഈ വാല്യൂ എന്ന് പറയുന്നത് E ഓഫ് ഇതുപോലെ തന്നെയായാൽ Zn2 പ്ലസ് ബാർ Zn. അപ്പൊ നമുക്ക് അതിന്റെ ഈ റിഡക്ഷൻ ഇക്വേഷൻ ഒന്ന് എഴുതാം. Zn2 പ്ലസ് 2 പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ 2 ഇലക്ട്രോൺ വേണം, ഗീവ്സ്
Zn. ഇനി ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ E of Zn2 plus bar Zn equal to E0 Zn2 plus bar Zn minus 2.303 RT by ഇവിടെ എന്നിന്റെ വാല്യൂ 2 ആണ്. 2F into logarithm of concentration of പ്രോഡക്റ്റിന്റെ പൊസിഷനിൽ കിടക്കുന്ന Zn, റിയാക്ടന്റിന്റെ പൊസിഷനിൽ കിടക്കുന്ന Zn2 പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് സിംഗിൾ ഇലക്ട്രോഡിന്റെയും ഇതുപോലെ ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിച്ചാൽ നമുക്ക് ഏത് സിംഗിൾ ഇലക്ട്രോഡിന്റെയും ഈ പറയുന്ന നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ ഡാനിയൽ സെല്ലിന്റെ ഈ സെൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. സിംഗിൾ ഇലക്ട്രോഡ് ഇക്വേഷനിൽ ഈ രണ്ട് സിംഗിൾ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു സെൽ ഡാനിയൽ സെല്ല് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഡാനിയൽ സെല്ലിന്റെ ഈ സെല്ല് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പൊ അതിന്റെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇതായിരുന്നു. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ഈ ഡാനിയൽ സെല്ലിന്റെ അകത്തെ കാഥോഡും ആനോഡും നമുക്കറിയാം കോപ്പർ ഇലക്ട്രോഡ് ആയിരുന്നു കാഥോഡ്, ആനോഡ് സിങ്ക് ഇലക്ട്രോഡ് ആയിരുന്നു. അപ്പൊ നമ്മള് ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കാഥോഡ് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇ ഓഫ് Cu2 plus bar Cu minus E of Zn2 plus bar Zn. അപ്പൊ ഇത് സോൾവ് ചെയ്തുള്ള ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. നമുക്ക് അതായിരിക്കും എളുപ്പം. സോൾവ് ചെയ്തുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ഇതിന്റെ അടുത്തുനിന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഏറ്റവും എളുപ്പം അത് തന്നെയാണ്. ഇത് ഈ കാഥോഡ് അതായത് ഇത് മൈനസ് ഇത് എടുത്താൽ കിട്ടുന്നത് തന്നെയായിരിക്കും. അത് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. E cell is equal to ഇവിടെ നോക്കി E0 സെൽ. E0 സെൽ എന്ന് തന്നെ എഴുതിയാ. അപ്പൊ E0 സെൽ എന്തായിരിക്കും നോക്കി, ഇതല്ലേ കാഥോഡ്. അപ്പൊ ഈ സെൽ എന്ന് പറയുന്നത് ഈ കാഥോഡ് ഇത് മൈനസ് ഇത് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡിനെ നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കണം. അപ്പൊ ഈ E0 സെൽ എന്ന് പറയുന്നത് E0 കാഥോഡ് മൈനസ് അതായത് E0 കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഇത് Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 ആണോട് ഇത് E0 Zn2 പ്ലസ് ബാർ Zn. അതിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് E0 സെൽ. അപ്പൊ E0 സെൽ എങ്ങനെ കിട്ടും? E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നുള്ള ഇക്വേഷന്റെ അകത്തുനിന്ന് നമുക്ക് ഈ E0 സെൽ കാൽക്കുലേറ്റ് ചെയ്യാം. മൈനസ് അടുത്ത ഘടകം എന്താ നോക്കി, നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷനിൽ 2.303 RT by NF. N എത്രയാണ്? ഇവിടെ നോക്കി n രണ്ടിടത്തും 2 അല്ലേ. അപ്പൊ 2F into ലോഗരിതം. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്താ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോഡക്റ്റും റിയാക്ടന്റും അറിയില്ല. അത് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കണം. ഞാൻ ഇതൊന്ന് കളയുകയാണ്. അതായത് ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ഈ കാഥോഡ് കോപ്പർ ഇലക്ട്രോഡ് ആണ്. അപ്പൊ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്. കാഥോഡ് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ. അപ്പൊ അതിലെ റിയാക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്താൽ നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. അപ്പൊ നെറ്റ് സെൽ റിയാക്ഷൻ ഡാനിയൽ സെല്ലിന്റെ ഇങ്ങനെ ആയിരിക്കും. Cu2 plus plus zinc gives Cu plus Zn2 plus. ഈ 2 ഇലക്ട്രോൺസ് രണ്ടും റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ളതുകൊണ്ട് അതങ്ങ് ക്യാൻസൽ ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് സെൽ റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഇനി ഡാനിയൽ സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ വരെ എത്തിയാൽ നിങ്ങൾ
ഈ പ്രോഡക്റ്റും റിയാക്ടന്റും എഴുതാനായിട്ടാണ് ഞാൻ ഇതിലേക്ക് പോയത്. അതായത് നെറ്റ് സെൽ റിയാക്ഷൻ എഴുതി. ഇനി നോക്കിക്കേ, ആ നെറ്റ് സെൽ റിയാക്ഷനിലെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇതിന് പകരം കൊടുക്കേണ്ടത്. അപ്പൊ നെറ്റ് സെൽ റിയാക്ഷൻ ഇതാണ്, അതിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോപ്പറും സിങ്ക് 2+ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് Cu into concentration of Zn2+ divided by റിയാക്ടന്റ് ആയിട്ട് കിടക്കുന്നത് ഏതാണെന്ന് നോക്കി, കോൺസെൻട്രേഷൻ ഓഫ് Cu2+ into concentration of Zn. അപ്പൊ ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ നെറ്റ്സ് ഇക്വേഷൻ. E cell is equal to E0 cell. E0 cell എങ്ങനെ കിട്ടും? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇതാണ് E cell. E0 cell cathode minus E0 anode minus 2.303 RT by NF into logarithm of concentration of product by reactant. ഇനി നമുക്കിവിടെ വീണ്ടും ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കാറുണ്ട്. ഈ ഡാനിയൽ സെല്ലിന്റെ നെറ്റ് ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. ഇതാണ് നെറ്റ് ഇക്വേഷൻ. Cu2+ plus Zn gives Cu plus Zn2+. ഈ സെല്ല് ഇക്വിലിബ്രിയത്തിലാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇക്വിലിബ്രിയം ആകാം. അപ്പൊ ഇക്വിലിബ്രിയം ആവുകയാണെങ്കിൽ ഇക്വിലിബ്രിയത്തില് നമുക്ക് ഈ റിയാക്ഷൻ ഇങ്ങനെ എഴുതി കാണിക്കാം. Cu2+ plus Zn gives. ഇപ്പൊ ഇക്വിലിബ്രിയത്തിന്റെ സിംബൽ വേണം. ഫസ്റ്റ് ഇയർ നമ്മൾ ഇക്വിലിബ്രിയം പഠിച്ചപ്പോഴേക്കും ഇക്വിലിബ്രിയത്തിന്റെ സിംബൽ ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ ഇക്വിലിബ്രിയം ആയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഇക്വിലിബ്രിയത്തിലെ റിയാക്ഷൻ. ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഠിച്ചായിരുന്നു, Kc. ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്. ആ Kc എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് കോൺസെൻട്രേഷൻ ഓഫ് Cu into concentration of Zn2+ divided by concentration of Cu2+ into concentration of Zn. അപ്പൊ ഇനി ഈ കേസിയും ഇതും കൂടെ ഈ ലോഗരിതത്തിന്റെ അകത്ത് കിടക്കുന്ന പാർട്ടോടെ കമ്പയർ ചെയ്ത് ഈ ബ്ലാക്ക് കളറിൽ കിടക്കുന്നതും ഈ കേസിയുടെ ഇക്വേഷനും ഇത് കേസി അല്ലേ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ, നമ്മുടെ നേഴ്സ് ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. അതായത് നേഴ്സ് ഇക്വേഷൻ ഇപ്പൊ ഇങ്ങനെ വരും. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പറയുന്ന റിയാക്ഷൻ എഴുതാൻ പറ്റുള്ളൂ. E cell is equal to E0 cell minus 2.303 RT by, ഞാൻ n എന്ന് തന്നെ കൊടുക്കുകയാണ്. കാരണം ജനറൽ ആയിട്ടുള്ള ഇക്വേഷനിൽ n ആണ് പറയുന്നത്. ആ n എന്ന് പറയുന്നത് 2 ആണ്. ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് 2 ആണ്. പക്ഷെ ഞാൻ ജനറൽ ആയിട്ട് പറയാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുകയാണ്. ഇൻറ്റു ലോഗരിതം ഓഫ്. ഇതിന് പകരം നമുക്ക് Kc എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു റിസൾട്ട് ആണത്. നെക്സ്റ്റ് ഇക്വേഷൻ E cell ഇക്വിലിബ്രിയം ആണെങ്കിൽ E cell is equal to E0 cell minus 2.303 RT by NF into log Kc എന്നായിരിക്കും ഇക്വേഷൻ. ഇനി ഒരു പ്രത്യേകതകളുണ്ട് ഇക്വിലിബ്രിയത്തിൽ. ഒരു പ്രത്യേകത കൂടെ ഇക്വിലിബ്രിയത്തിലുണ്ട്. അറ്റ് ഇക്വിലിബ്രിയം E cell is equal to 0. ഈ സെൽ കണ്ടുപിടിക്കുന്ന നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ അവിടെ ഒരു വോൾട്ട്മീറ്റർ ഈ രണ്ട് ഹാഫ് സെല്ലിന്റെ ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വോൾട്ട്മീറ്ററിലെ റീഡിങ് ഇക്വിലിബ്രിയം ആകുമ്പോഴേക്കും 0 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലെ നേഴ്സ് ഇക്വേഷൻ ആണല്ലോ ഈ കിടക്കുന്നത്. അപ്പൊ ഇതിൽ ഈ സെൽ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ 0 is equal to E0 cell minus 2.303 RT by NF into log Kc എന്ന്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ 0 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഈ ഇക്വേഷൻ ഇങ്ങനെ വരും. ഈ സെൽ ഈസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വന്നു. E0 cell is equal to 2.303 RT by NF into log Kc. ഇതാണ് ഇക്വേഷൻ. നമ്മൾ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും. NF E0 cell is equal to 2.303 RT log Kc. ഇത് നമ്മുടെ ഒരു റിസൾട്ട് ആണ്. NF E0 cell is equal to 2.303 RT
ലോഗ് കെ സി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷന്റെ അകത്തുനിന്ന് നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? ഒരു സിംഗിൾ ഇലക്ട്രോഡിന് നേൺസ്റ്റ് ഇക്വേഷന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? വളരെ സിമ്പിൾ ആണ്. ആ ഇലക്ട്രോഡ് ഏതാണോ അതിന്റെ റിഡക്ഷൻ റിയാക്ഷന്റെ ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പം കോപ്പർ ഇലക്ട്രോഡ് ആണെങ്കിൽ ഈ Cu2 plus bar Cu is equal to E0 Cu2 plus bar Cu minus 2.303 RT by NF into അതിന്റെ റിഡക്ഷൻ റിയാക്ഷന്റെ പ്രോഡക്റ്റ്, അതായത് Cu divided by concentration of Cu2 plus. അത് കഴിഞ്ഞ് സെല്ലിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് ഈ ഡാനിയൽ സെല്ലിനാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ E cell is equal to E0 cell minus 2.303 RT by NF into log Kc എന്ന് വരും. ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഈ സെല്ല് 0 ആയതുകൊണ്ട് ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ആയിരിക്കണം. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് NF E0 cell is equal to 2.303 RT log Kc എന്ന ഇക്വേഷൻ. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇതിനകത്തു നിന്നൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഇക്വേഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് എല്ലാം ഒന്നും ഞാൻ കളയുന്നില്ല, ഇത് കുറെ എണ്ണമൊക്കെ ഇവിടെ തന്നെ ഇടുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ഇതായിരുന്നു, ഡെൽറ്റ G0, അതായത് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഡെൽറ്റ G0 is equal to മൈനസ് NF E0 സെൽ. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തെർമോഡൈനാമിക്സിന്റെ അകത്തുനിന്നും റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുനിന്നും പഠിച്ചായിരുന്നു. ഡെൽറ്റ G0 is equal to മൈനസ് NF E0 സെൽ. അപ്പൊ ഇവിടെ നോക്കിയും ഇതിന് നമ്മളൊരു മൈനസ് സൈൻ ഇവിടെ കൊടുത്താൽ ഇവിടെയാണ് കൊടുക്കാം. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഡെൽറ്റ G0 എന്നായിട്ട് മാറും. അപ്പൊ ഡെൽറ്റ G0 എന്ന് പറയുന്നത് മൈനസ് NF E0 സെൽ അല്ലേ? അപ്പൊ ഈ സാധനം അല്ലേ, മൈനസ് 2.303 RT ലോഗ് Kc. അപ്പൊ ഇത് വേറെ ഒരു റിസൾട്ട് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന റിസൾട്ട് മൂന്നെണ്ണമാണ്. ഒന്ന് നേൺസ്റ്റ് ഇക്വേഷൻ ഒരു സെല്ലിന് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്. അത് കഴിഞ്ഞിട്ട് NF E0 cell is equal to 2.303 RT log Kc. അതിനകത്തുനിന്ന് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച ഫ്രീ എനർജിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഡെൽറ്റ G0 is equal to minus 2.303 RT log Kc.